ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കിൾ ആണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ, സർക്കിളിൻ്റെ എന്തൊക്കെ കാറ്റഗറീസ് ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഡ്രോ കാറ്റഗറിയിൽ നമ്മൾ നോക്കിയതാണ് ലൈൻസും പോളിലൈനും. നമ്മൾ റഫായിട്ട് നമ്മൾ നോക്കി. ഓക്കെ, അതേപോലെ യൂസർ ഇൻ്റർഫേസ് നമ്മൾ നോക്കി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സർക്കിൾ. ഇപ്പോൾ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡ്രോ പാനലിൻ്റെ മേളിൽ പോയി ഇവിടെയാണ് നമ്മുടെ സർക്കിൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ നമ്മുടെ കമാൻഡ് ലൈനിൽ സ്പെസിഫൈ സെൻറ്റർ പോയിൻറ്റ് ഓഫ് എ സർക്കിൾ ആണ്. അപ്പോൾ നമ്മുടെ ഏതാണോ സെൻറ്റർ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തു. ഇപ്പോൾ എന്താ പറയുന്നത്, സെലക്ട് ചെയ്ത് ആ തുടങ്ങി അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ വരും. നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ അടുത്ത നിമിഷം എന്താണ് സ്പെസിഫൈ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് റേഡിയസ് അടിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ 100 അടിക്കുക. 100 അടിച്ചു, അപ്പോൾ നമുക്ക് സർക്കിൾ കിട്ടി. കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂമാണ് ചെയ്ത് സ്ക്രോളിങ് ചെയ്തപ്പോൾ നമുക്ക് സൂമായി. അതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇതിൻ്റെ സർക്കിളിൻ്റെ ഷോർട്ട് കീ ആണ് സി. ഓക്കെ, സി ഫോർ സർക്കിൾ. അപ്പോൾ സി ആണ് ഷോർട്ട് കീ. അപ്പോൾ സി അടിച്ച് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സർക്കിൾ ആക്ടിവേറ്റ് ആവും. എന്നിട്ട് നമ്മളിവിടെ എവിടെയാണ് നമുക്ക് വരയ്ക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ റേഡിയസ് അടിക്കുക. റേഡിയസ് ഫോർ എക്സാമ്പിൾ 50 അടിക്കുക. 50 അടിച്ച് എൻ്റർ. അപ്പോൾ നമുക്ക് സർക്കിൾ നമ്മുടെ റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സർക്കിളിൻ്റെ വേറെ എന്തൊക്കെ കാറ്റഗറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർക്കിളിൽ തന്നെ നമുക്ക് ഇവിടെ ആരോ അവൈലബിൾ ആണ്. അപ്പോൾ ലൈൻസും പോളിലൈനും നമുക്ക് ആരോ ഒന്നും കാണുന്നില്ല. പക്ഷേ സർക്കിളിന് നമുക്കറിയാം ആരോ നമുക്ക് അവൈലബിൾ ആണ്. അല്ല, ഒരു സിമ്പിളായിട്ടുള്ള മാർക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇതിൻ്റെ വരും സർക്കിളിൻ്റെ. ഓക്കെ, അത് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് എന്താണ് പറയുന്നത്, സെൻറ്റർ റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്ററും റേഡിയസും ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുവാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്, സ്പെസിഫൈ സെൻറ്റർ ഓഫ് ദ സർക്കിൾ പോയിൻറ്റ് ഫോർ എ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സെൻറ്ററും റേഡിയസും ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ട കമാൻഡ്. സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, അതേപോലെ റേഡിയസ് ആണ് നമ്മൾ ജനറലായിട്ട് വരയ്ക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ സെൻറ്റർ മാർക്ക് ചെയ്തു. റേഡിയസ് ഫോർ എക്സാമ്പിൾ ഞാൻ 40 അടിക്കുക. ഓക്കെ, 40 അടിച്ചു. ഓക്കെ, അപ്പം റേഡിയസ് നമ്മുടെ 40 ആണ്. നെക്സ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കാറ്റഗറിയിൽ പോവുക. സെൻറ്റർ ഡയമീറ്റർ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയുള്ള വ്യത്യാസം എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ കാണാൻ പറ്റും സ്പെസിഫൈ സെൻറ്റർ പോയിൻറ്റ് ഫോർ സർക്കിൾ ഓർ 3P 2P TTR. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഷോർട്ട് കീസാണ്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ വരുന്ന കാറ്റഗറി നേരത്തെ വന്നത് റേഡിയസ് ആയിരുന്നു, ഇപ്പോൾ ഡയമീറ്ററിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ ഞാൻ ഫോർ എക്സാമ്പിൾ 20 അടിക്കുക. ഓക്കെ, 20 അടിച്ചപ്പോൾ എനിക്ക് ഡയാമീറ്റർ ടോട്ടലായിട്ടുള്ള ഡയാമീറ്ററാണ് 20 ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഡയാമീറ്റർ ഞാൻ 40 അടിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഡയമീറ്റർ ആക്ടിവേറ്റ് ചെയ്യും. അതേപോലെ ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം 100 അടിക്കുക. അപ്പോൾ ടോട്ടൽ ഡയാമീറ്ററിൻ്റെ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡയമെൻഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഡയമീറ്റർ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആനോട്ടേഷനിൽ പോയി ഡയമീറ്റർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡയമീറ്റർ ഡയമെൻഷൻ കൂടെ കാണിക്കണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യണം. ഇവിടെ ഡയമെൻഷൻ കാണിക്കും. അപ്പം ഇതിൻ്റെ കാണിക്കണമെങ്കിൽ അഗെയിൻ ഒന്നുകൂടെ സെയിം ആയിട്ടുള്ള കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റർ അമർത്തിയാൽ മതി. ഓക്കെ, എൻ്റർ അമർത്തുക. എന്നിട്ട് ഇതിൻ്റെ ഡയമീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ കാണിക്കും. എൻ്റർ. ഇതിൻ്റെ ഡയമീറ്റർ വേണം, അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ കാണിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ റേഡിയസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റി റേഡിയസ് ക്ലിക്ക് ചെയ്യും. റേഡിയസ് ക്ലിക്ക് ചെയ്ത് ഏതിൻ്റെ റേഡിയസ് ആണ് എനിക്ക് വേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത്. ഓക്കെ, അപ്പം അതിൻ്റെ റേഡിയസ് വരും. അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് ഡയമെൻഷൻ നമുക്ക് ചെയ്യാം. ഡയമെൻഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സർക്കിൾ നോക്കാം, എന്തൊക്കെയാണ് നമുക്ക് സർക്കിൾ. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറി നമ്മൾ നോക്കി, എന്തൊക്കെയാണ് സെൻറ്ററും റേഡിയസും വെച്ച് നമുക്ക് എങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റും, അതേപോലെ സെൻറ്ററും ഡയമീറ്റർ വെച്ച് നമുക്ക് എങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 2 പോയിൻറ്റ്. അപ്പോൾ 2 പോയിൻറ്റ് സർക്കിളാണ് നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ 2 പോയിൻറ്റ് സർക്കിളിന് വേണ്ടി ഞാൻ ബേസിക്കായിട്ട് ലൈൻ എടുക്കുക. ഓക്കെ, ലൈൻ എടുക്കാൻ നമുക്ക് ഓൾറെഡി അറിയാം, L എൻ്റർ ആണ്. ഓക്കെ, L എൻ്റർ. എന്നിട്ട് ഞാൻ ലൈൻ ഇങ്ങനെ ചുമ്മാ വരയ്ക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് F8 ആണ്. ഓക്കെ, F8 ക്ലിക്ക് ചെയ്യുക. ഓർത്തോ മോഡ് ഓണായി. ഓക്കെ, ഞാനിവിടെ വരച്ചു. ഇനി ഞാൻ സർക്കിൾ വരയ്ക്കാൻ പോകണം. സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് 2 പോയിൻറ്റ്. അപ്പോൾ 2 പോയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇത് ഞാൻ ഫസ്റ്റ് പോയിൻറ്റ് സെലക്ട് ചെയ്ത്. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് പോയിൻറ്റ് സെലക്ട് ചെയ്ത്.
ഇതാണ് 2 പോയിൻറ്റ് സർക്കിൾ. അപ്പോൾ ഏതെങ്കിലും 2 പോയിൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ അതിൽ ബേസ്ഡ് ചെയ്ത് സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെ സർക്കിൾ വരയ്ക്കണമെങ്കിൽ അഗെയിൻ 2 പോയിൻ്റ് എടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 2 പോയിൻ്റ് ബേസിസിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഞാൻ ആരോയിൽ ക്ലിക്ക് ചെയ്യാണ്. ഇനി തേർഡ് ഉള്ളത് 3 പോയിൻ്റാണ്. അപ്പോൾ 3 പോയിൻറ്റിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ഞാൻ 3 പോയിൻ്റ് അറിയാൻ വേണ്ടി ഞാൻ ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ഇതിൽ നിന്ന് ആരോ ക്ലിക്ക് ചെയ്ത് 3 പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. 3 പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് പോയിൻ്റ്, എന്നിട്ട് തേർഡ് പോയിൻ്റ്. അപ്പോൾ 3 പോയിൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, 3 പോയിൻ്റ് സർക്കിളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഓക്കെ, അഗെയിൻ ഇനിയുള്ളത് നമുക്ക് കാണാൻ പറ്റും ടാൻ റേഡിയസ്. ഓക്കെ, രണ്ട് ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സർക്കിളിൻ്റെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ആ പോയിൻ്റാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി അറിയാം ബേസിക്സ് ആയിട്ട്. ഓക്കെ, അപ്പം ഈ സർക്കിളും ഈ സർക്കിളിൻ്റെയും ഇടയ്ക്ക് ഞാനൊരു സർക്കിൾ വരയ്ക്കാൻ പോവാം. ഇത് രണ്ടിലും ടച്ചും ആവണം, പ്ലസ് ഒരു റേഡിയസ്, സ്പെസിഫിക് ആയിട്ടുള്ള റേഡിയസ്. ഇത് തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന ഒരു റേഡിയസ്. ഇത് രണ്ടിലും ഇടയ്ക്ക് വരുന്ന ഒരു റേഡിയസും അത് ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കും. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ടാൻ റേഡിയസ്, ടാൻ റേഡിയസിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇത് ഞാൻ ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുക, പിന്നെ ഈ പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഇനി ഞാനൊരു വാല്യൂ അടിക്കുക. വാല്യൂ ഫോർ എക്സാമ്പിൾ ഒരു 100 അടിക്കുക. ഓക്കെ, 100 അടിക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു സർക്കിളായി. ബിക്കോസ് ജസ്റ്റ് നമ്മുടെ കണ്ടീഷൻ എന്താണ്, ജസ്റ്റ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ടാൻജൻറ്റിൽ സെലക്ട് ആവണം, അതേപോലെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ടാൻജൻറ്റിൽ സെലക്ട് ആവണം, എന്നിട്ടൊരു സർക്കിൾ വരയ്ക്കാനാണ് നിങ്ങൾ കമൻറ്റ്. അതുകൊണ്ടാണ് ഇത്ര വലുതായിട്ടൊരു സർക്കിളായത്. ഇനി ഞാൻ ഇതിൻ്റെ ബേസിക്കലി കുറച്ചുകൂടെ റേഡിയസ് കുറച്ച് ഞാൻ വരച്ച് നോക്കാം. അപ്പോൾ അതും അഗെയിൻ ടാൻ എടുത്തു, ഇത് സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ റേഡിയസിൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ ഞാൻ 20 കൊടുക്കുക. എൻ്റർ, ടാൻജൻറ്റ് സെലക്ട് ചെയ്തു, ഇതിൻ്റെ ടാൻജൻറ്റ് സെലക്ട് ചെയ്തു. ഇനി റേഡിയസിൻ്റെ വാല്യൂ ഞാൻ 20 കൊടുക്കുക. ഓക്കെ, 20 കൊടുത്തപ്പോൾ എന്താണ് ആവുന്നത്, ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ 20യേക്കാളും 20 എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ചെറുതാണ്. അതുകൊണ്ടാണ് എനിക്ക് വരയ്ക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ 30 കൊടുക്കാം, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇനി ഞാൻ 40 കൊടുക്കാം. അപ്പോൾ 40 എന്താണ് ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്കിത് 40 വരയ്ക്കാൻ പറ്റുന്നത്. അഗെയിൻ ഞാൻ പിന്നും കാണിച്ചു തരാം. ഇത് ഞാൻ കൊടുത്തു, ഇവിടെ സെലക്ട് ചെയ്തു, ഇനി ഞാൻ 30 കൊടുക്കാം. 30, അപ്പോൾ 30യും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും. ബിക്കോസ് നമുക്ക് ഈ ടാൻ റേഡിയസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ടച്ച് ആവുന്നുണ്ട്. റേഡിയസ് കൊടുക്കുമ്പോൾ നമ്മൾ വലുതായിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ വലിയ വാല്യൂ കൊടുത്താൽ ഇത് ഈ 2 സർക്കിളിനെ ടച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു വലിയ സർക്കിൾ വരയ്ക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ഗ്യാപ്പിനേക്കാളും ചെറിയ വാല്യൂ കൊടുത്താൽ അതിന് ഡ്രോയിങ് വരയ്ക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന് സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. അപ്പോൾ നമ്മൾ അത് വേണം ശ്രദ്ധിച്ച് വരയ്ക്കാൻ. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഞാൻ പിന്നും കുറച്ച് സർക്കിൾ വരയ്ക്കുവാണ്. ഇവിടെ ഞാൻ സർക്കിൾ വരച്ചു, അഗെയിൻ സർക്കിൾ വരച്ചു. ഓക്കെ, അഗെയിൻ ഒരു സർക്കിളോട് വരയ്ക്കുക. ഓക്കെ, ഇനി എനിക്ക് വരയ്ക്കേണ്ടത് ടാൻ. ഓക്കെ, 3 ടാൻജൻ്റാണ്. നേരത്തെ കണ്ടത് ടാൻജൻറ്റ് റേഡിയസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിയത് 3 ടാൻജൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ വരയ്ക്കേണ്ടത് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്കൊരു സർക്കിൾ വരയ്ക്കണം. മനസ്സിലാവും? അപ്പം ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടുത്തെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 3 ടാൻജൻറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, 2 ടാൻജൻ്റ് ആണെങ്കിൽ അഗെയിൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് റേഡിയസിൻ്റെ വാല്യൂ അടിക്കും. അപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ നമ്മൾ ശ്രദ്ധിച്ച് വേണം അടിക്കാൻ. മനസ്സിലാവും? അപ്പം ഇതിൻ്റെ റേഞ്ചിൽ തന്നെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സർക്കിൾ ഡ്രോ ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ ഡ്രോ ആവത്തില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ സർക്കിൾ സി എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ 3.2p അതേപോലെ ടി അത് ബൈ ഡിഫോൾട്ടായിട്ട് ആക്ടിവേറ്റ് ആവും. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 3p ഞാൻ അടിക്കുക. 3p എൻ്റർ ചെയ്തു. ഇപ്പോൾ നമ്മുടെ 3 പോയിൻറ്റ് സർക്കിളാണ് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 3 പോയിൻറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓൾറെഡി അറിയാം. 3 പോയിൻറ്റ് സർക്കിൾ എന്ന് പറയുമ്പം ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം, എന്നിട്ട് 3 പോയിൻറ്റ് സർക്കിൾ ഞാൻ കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ വരയ്ക്കാം. ഇപ്പോൾ ഞാൻ ലെങ്ത് എടുത്തു. ഓക്കെ, സർക്കിൾ സി എൻ്റർ, 3p എൻ്റർ. 3p എൻ്റർ ചെയ്തു. 1 2 3 പോയിൻ്റ്. അപ്പോൾ 3p എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഷോർട്ട്
ഷോർട്ട് കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഞാൻ സർക്കിൾ അടിച്ച് ഇപ്പോൾ 2p, അപ്പോൾ ഞാൻ 2p അടിക്കുക. 2p. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ ഇവിടെ ബ്ലൂ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഷോർട്ട് കീ. 2p അതേപോലെ 3p അതേപോലെ ടാൻ റേഡിയസിൻ്റെ ടി ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2p അടിക്കുക. 2p എൻ്റർ. അപ്പോൾ 2p എൻ്റർ എന്ന് പറയുമ്പോൾ 2 പോയിൻ്റാണ്, 1 2. 2p അല്ലെങ്കിൽ 2 പോയിൻറ്റ് സർക്കിളാണ് ഇത്. ഓക്കെ, ഇനി തേർഡ് കാറ്റഗറി എന്തായിരുന്നു? സി എൻ്റർ ടി. അപ്പോൾ ടാൻജൻറ്റ് റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ ടാൻജൻറ്റ് റേഡിയസിന് വേണ്ടി ഞാൻ അതൊന്നുകൂടെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ടാൻജൻറ്റ് സി എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് കാണുന്നത് ടാൻജൻറ്റ് റേഡിയസ്, അതിൻ്റെ ഷോർട്ട് കീ ഞാൻ ടി എം പ്രസ് ചെയ്യുക. ഓക്കെ, ടി പ്രസ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇനി ഞാൻ സർക്കിൾ വരയ്ക്കാൻ പോവാം. ഇതിൻ്റെ ടാൻജൻറ്റ് എന്നിട്ട് ഇപ്പോൾ റേഡിയസിന് വാല്യൂ ഞാൻ 20 അടിച്ചു കൊടുക്കുക. സോറി, സി എൻ്റർ ടി അടിച്ചു, എൻ്റർ. ഇതിൻ്റെ ടാൻജൻറ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഞാനൊരു 30 എന്ന വാല്യൂ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇത് 2 ടാൻജൻറ്റും അതേപോലെ റേഡിയസിൻ്റെ ബേസിസിലാണ് നമ്മുടെ സർക്കിൾ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കാറ്റഗറിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ ഏകദേശം എല്ലാം, ഇപ്പോൾ സെൻറ്റർ അതേപോലെ റേഡിയസ് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. സെൻറ്ററും ഡയമീറ്റർ വാല്യൂ വെച്ച് എൻ്റർ ചെയ്ത് വരയ്ക്കാൻ പറ്റും. 2 പോയിൻറ്റ് സെലക്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും. 3 പോയിൻറ്റ് ബേസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേപോലെ ടാൻജൻറ്റ് റേഡിയസ്, 2 ടാൻജൻറ്റും അതേപോലെ റേഡിയസിൻ്റെ വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ റേഡിയസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 സർക്കിളിൻ്റെ ഇടയ്ക്കുള്ള അല്ലെങ്കിൽ 2 സർക്കിളിൻ്റെ ഗ്യാപ്പിലുള്ള മിനിമം ഗ്യാപ്പെങ്കിലും റേഡിയസിൻ്റെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അതേപോലെ ടാൻജൻറ്റ് ആണെങ്കിൽ 3 സർക്കിൾ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ അത് 3 സർക്കിളിൻ്റെയും ടാൻജൻറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ബൈ ഡിഫോൾട്ട് നമുക്ക് സർക്കിൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ. അതേപോലെ നമുക്കിപ്പം ഇപ്പോൾ വരച്ച ഡ്രോയിങ് എല്ലാം നമുക്ക് ഒരു സ്ക്രീനിൽ തന്നെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെഡ് എൻ്റർ എൻ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച എല്ലാ ഡ്രോയിങ്, അപ്പോൾ ഇവിടെ ഡ്രോയിങ് വരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് വന്നത്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഡ്രോയിങ് കാണണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കോഡ് എന്ന് പറയുമ്പോൾ സി എൻ്റർ, അല്ലെങ്കിൽ സി ആണ് നമ്മുടെ സർക്കിളിൻ്റെ കോഡ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാറ്റഗറിയിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നത്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ സെഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.